നമ്മുടെ ഇന്നത്തെ ഐറ്റം നല്ല നാടൻ കണവ കറിയാണ്. ഇപ്പം നമുക്ക് നല്ല നാടൻ കണവ മീൻ കിട്ടിയിട്ടുണ്ട്. സാധാരണ മീൻ കറി തയ്യാറാക്കുന്ന പോലെ തന്നെയാണ്, പക്ഷേ നമ്മളിതിൽ മല്ലിപ്പൊടിയൊന്നും യൂസ് ചെയ്യുന്നില്ല. അപ്പം നമുക്ക് ഈ കണവക്കറി എങ്ങനെ തയ്യാറാക്കണം നോക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 500 ഗ്രാം കണവ വെട്ടി ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ ഏകദേശം ഒരു തൂക്കം 250-300 ഗ്രാമോളം വരും. ഇനി നമുക്കിതിലോട്ട് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇപ്പം കറി തയ്യാറാക്കാനായിട്ട് ഞാനിപ്പം ഒരു ചെറിയ മിരിഞ്ഞയ്ക്ക നീളത്തിൽ അരിഞ്ഞതാണ്, അതിനൊപ്പം തന്നെ 1/2 കപ്പ് തേങ്ങ ചിരികിയത്. നമുക്ക് വളരെ കുറച്ച് തേങ്ങ മതിയാവും. ഇതിനൊപ്പം തന്നെ ഒരു 3 ചെറിയ ഉള്ളി, അതുപോലെ തന്നെ ഒരു തൊണ്ടമുളകും ഒരു പച്ചമുളകും നീളത്തിൽ അരിഞ്ഞത്, ഒരു ചെറിയ തക്കാളിയുടെ പകുതി ചെറുതായിട്ട് അരിഞ്ഞത്, കുറച്ച് കറിവേപ്പില. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ട് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് മീൻ കറിക്കുള്ള അരപ്പ് തയ്യാറാക്കാം. അതിന് മുമ്പായിട്ട് നമുക്ക് കുറച്ച് പുളി, ഒരു നാരങ്ങ വലിപ്പത്തിലുള്ള ചെറിയൊരു കഷ്ണം പുളി വെള്ളത്തിലിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. അതിനുശേഷം നമുക്ക് അരപ്പ് തയ്യാറാക്കാനായിട്ട് തുടങ്ങാം. അരപ്പ് തയ്യാറാക്കാനായിട്ട് ഇപ്പം ഞാൻ മിക്സിയുടെ ജാറിൽ തേങ്ങയും പൊടിവർഗ്ഗങ്ങളെല്ലാം കൂടെ ചേർത്തിട്ട് അരച്ചെടുക്കണം. ഇപ്പം നമ്മൾ നേരത്തെ മാറ്റി വെച്ച 1/2 കപ്പ് തേങ്ങ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. തേങ്ങയോടൊപ്പം നമുക്ക് ബാക്കി പൊടിവർഗ്ഗങ്ങൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീർ ചില്ലി, ഇതിനോടൊപ്പം തന്നെ 1/2 ടീസ്പൂണിൻ്റെ സാധാരണ മുളക് പൊടിയുടെ ചേർത്ത് കൊടുക്കുന്നത്. കുറച്ച് കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കാശ്മീർ ചില്ലി ചേർത്തത്. ഇനി ഇതിനോടൊപ്പം 1/4 ടീസ്പൂൺ ഉലുവപ്പൊടി. അപ്പോൾ ഉലുവപ്പൊടി കൂടിപ്പോകാൻ നോക്കാം, കൂടെയാണെങ്കിൽ മീൻ കറിയിൽ ചെറിയൊരു കയ്പ്പ് വരും. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പൂടെ ചേർത്ത് നേരത്തെ നമ്മൾ എടുത്ത് വെച്ച 2-3 ചെറിയ ഉള്ളി ഇവിടെ ഉണ്ട്, ആ ചെറിയ ഉള്ളിയും ചേർത്ത് ഒരു 1/2 കപ്പ് വെള്ളവും കൂടെ ചേർത്തിട്ട് നമുക്കതിനെ നല്ല രീതിക്ക് അരച്ചെടുക്കണം. ഇപ്പം നമ്മൾ ഈ ഒരു മീൻ കറിയിലെ കൂട്ടിൽ മല്ലിപ്പൊടി ചേർക്കുന്നില്ല, മല്ലിപ്പൊടി ചേർക്കാതെയാണ് നമ്മൾ മസാല തയ്യാറാക്കുന്നത്. അപ്പോൾ ഇതുപോലെ അരച്ചെടുത്തിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി അടുപ്പിലൊരു മീൻ ചട്ടി വെച്ചിട്ട് ചട്ടിയൊന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് അതിലോട്ട് നമ്മൾ നേരത്തെ അരച്ച് മാറ്റി വെച്ച അരപ്പൊഴിച്ച് കൊടുക്കാം. അരപ്പൊഴിച്ച് അല്പം വെള്ളവും കൂടെ ഈ മിക്സിയുടെ ജാറ് കഴുകി അതുകൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ എടുത്തു വച്ചിട്ടുള്ള മുരിങ്ങയ്ക്ക, നീളത്തിലരിഞ്ഞ മുരിങ്ങയ്ക്കയും തക്കാളി, ഒരു ചെറിയ മീഡിയം സൈസ് തക്കാളി ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്, അത്, പച്ചമുളക്, അതുപോലെ തന്നെ തൊണ്ടമുളക്, പിന്നെ ഒരു അല്പം കറിവേപ്പിലൂടെ ചേർത്ത് ജസ്റ്റ് ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് അതിലോട്ട് നേരത്തെ പിഴിഞ്ഞ് മാറ്റി വെച്ച പുളിവെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള പുളിവെള്ളം ചേർത്ത് കൊടുത്താൽ മതിയാവും. ഒരുപാട് പുളിവെള്ളമായി പോയാൽ ചെറുതായിട്ട് മീൻ കറിയിലൊരു പുളി വരും. ഇനി നമുക്കിതൊന്ന് നല്ല തിളച്ച് വരുമ്പോഴത്തേക്ക് ഇതിലോട്ട് നമ്മൾ നേരത്തെ കഴുകി വൃത്തിയാക്കി മാറ്റി വെച്ച കണവ കൂടെ ചേർത്ത് കൊടുക്കാം. കണവ ചേർത്ത് നല്ല രീതിക്കൊന്ന് ഇളക്കി, ഉപ്പ് കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് ഉപ്പൂടെ ഇട്ട് നല്ല രീതിക്ക് ഇളക്കിയതിന് ശേഷം നമുക്കൊരു 10 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ അടച്ചു വെച്ച് വേവിക്കാം. ഏകദേശം ഒരു 10 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ അടച്ചു വെച്ച് വേവിക്കുമ്പോഴത്തേക്ക് കണവയൊക്കെ നല്ല രീതിക്ക് വെന്ത് വരും. ഈ സമയം നമുക്ക് മൂടി തുറന്ന് ഇത് നല്ല രീതിക്കൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഈ കണവ വെന്ത് വരുമ്പോഴത്തേക്ക് കണവയിൽ നിന്നുള്ള വെള്ളവും കൂടെ ഇതിനകത്തോട്ട് ഇറങ്ങും. അപ്പോൾ നമുക്ക് ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഇനി വറ്റിച്ചെടുക്കണം. അതിന് നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വീണ്ടും ഒരു 10 മിനിറ്റോളം നമുക്ക് നല്ല രീതിക്ക് വേവിച്ചെടുക്കാം. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്ത് നല്ല രീതിക്ക് വേവിക്കാം. അപ്പോൾ നമ്മൾ ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റി നമുക്ക് ആവശ്യത്തിനുള്ള ഗ്രേവിക്ക് അനുസരിച്ചിട്ട് വരുമ്പോഴത്തേക്ക് നമുക്കതിലോട്ട് കുറച്ച് കറിവേപ്പിലയും വേണമെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ വെളിച്ചെണ്ണയൊക്കെ ചേർക്കുമ്പോൾ നല്ലൊരു മണം വരും. നമ്മുടെ കണവ കറി ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് നമുക്കിത് സെർവിങ് ബൗളിലോട്ട് മാറ്റാം. സാധാരണ മീൻ കറി വയ്ക്കുന്ന പോലെ തന്നെയാണ് ഇത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് മല്ലിപ്പൊടി ചേർത്തിട്ടില്ല എന്നൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. അപ്പോഴെല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ കമൻറ്റായിട്ട് അറിയിക്കുക. അപ്പോൾ നമുക്ക് മറ്റൊരു ഐറ്റമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.